മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കോവിഡിന് ശേഷം ഇതേവരെ അഖിലേന്ത്യാ പണിമുടക്കോ അല്ലെങ്കിൽ ബന്ദോ ഹർത്താലോ ഒന്നും നമ്മൾ കേട്ടിരുന്നില്ല. അങ്ങനെ അവസാനം വീണ്ടും ആ ദിനം വന്നെത്തി. ഈ ബുധനാഴ്ച വീണ്ടും ഒരു ഹർത്താൽ, ബന്ദിന് സമാനമായ രീതിയിലുള്ള ഹർത്താൽ നടന്നു. ഇത് ഇപ്രാവശ്യം അഖിലേന്ത്യാ ഹർത്താലായിരുന്നു, അഖിലേന്ത്യാ ബന്ദായിരുന്നു. അഖിലേന്ത്യാ ബന്ദാണെങ്കിലും അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ തൊട്ടതിർത്തിയായ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള സമരം അല്ലെങ്കിൽ ബന്ദ് അല്ലെങ്കിൽ ജനജീവിതം പാടെ സ്തംഭിക്കുന്ന രീതിയിൽ ബസ്സുകൾ നിരത്തിലിറങ്ങാതെ കടകൾ അടച്ച് ജനത്തിന് ഓഫീസിൽ പോകാനുള്ള സംവിധാനം ഒരുക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ഇത്തരം സമരങ്ങൾ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോലും, ഡൽഹിയിലോ ബോംബെയിലോ ചെന്നൈയിലോ കൽക്കട്ടയിലോ ഒരിടത്ത് പോലും ഇത്രയധികം രീതിയിൽ ജനജീവിതം സ്തംഭിച്ചുകൊണ്ടൊരു സമരങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു സൈഡിൽ നമ്മൾ പറയുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാണ്, ഒരു ജനം ജീവിക്കാൻ വേണ്ടി പാടുപെടുകയാണ്, അല്ലെങ്കിൽ വിലക്കയറ്റം രൂക്ഷമാണ് എന്നൊക്കെ പറയുകയും ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾക്ക് നാം തന്നെ നേതൃത്വം കൊടുക്കുകയും അല്ലെങ്കിൽ ഭരണ നേതൃത്വം തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല. അത് ഇനിയും ഇത് അനുവദിക്കുവാൻ പാടില്ല. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് യുവാക്കളെ അല്ലെങ്കിൽ തൊഴിൽ തേടുന്ന യുവാക്കളെ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം സമര രീതികൾ, കേരളത്തിൽ മാത്രം നടത്തുന്ന ഇത്തരം സമരരീതികൾ തീർച്ചയായും ഇനിയും നടത്താതിരിക്കുവാൻ, ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ രാഷ്ട്രീയ നേതൃത്വം ഒന്നിച്ച് കൂട്ടായ ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായും ഈ സമരം നടത്തുന്ന നേതാക്കന്മാർക്ക് പോലും ഇപ്രാവശ്യത്തെ സമരം എന്തിനാണെന്നറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കേന്ദ്രത്തിനെതിരെയുള്ളൊരു സമരമാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് കൃത്യമായി ആർക്കും പറഞ്ഞു തരാൻ പറ്റിയില്ല ഇപ്രാവശ്യം എന്നുള്ളത്. സമരത്തിൻ്റെ ദിവസം TV കണ്ട അല്ലെങ്കിൽ TV കണ്ട എല്ലാവർക്കും സമരക്കാരോട് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും കൃത്യമായി പറയുവാൻ പറ്റിയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ആകെ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു 4 ബില്ലുകൾ, തൊഴിലാളി വിരുദ്ധ ബില്ലുകൾ ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ അതേപോലെ മിനിമം വേജ് ഒരു മാസത്തെ 26,000 രൂപയാക്കണം എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ആവശ്യം. 26,000 രൂപയാക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നേതാക്കന്മാരുടെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാണ് ആശാവർക്കർമാരുടെ 9,000 രൂപ എന്നുള്ളത് ഒരു 10,000 രൂപ പോലും ആക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസം. നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഒരു കാര്യം ആഹ്വാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നേതാക്കന്മാർ അണികളോട് ആഹ്വാനം ചെയ്യുമ്പോൾ, ഞങ്ങളത് ചെയ്തിട്ടാണോ മറ്റുള്ളവരോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് തീർച്ചയായും വളരെ സ്വയം തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയാണ്. തീർച്ചയായും അങ്ങനെയൊന്നും ചെയ്യാതെ വെറുതെ എന്തെങ്കിലും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ നേതാക്കന്മാർ അണികളോട് ഓരോന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ഇത്തരം സമരാഭാസങ്ങൾ കേരളത്തിൽ തീർച്ചയായും സാമാന്യ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോടൊപ്പം അഭ്യസ്ത വിദ്യരായ യുവാക്കളുടെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ തൊഴിലിന് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ മങ്ങുകയാണ് എന്നുള്ളതും കൂടി നേതാക്കന്മാർ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. തീർച്ചയായും ഭാവിയിലെങ്കിലും ഇത്തരം സമരാഭാസങ്ങൾ നിർത്തുവാൻ നേതാക്കന്മാർ മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.